ഷൈജേഷ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരാണോ ഇപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുത്തിയത്? എന്താണ് നിങ്ങൾക്ക് അവിടെ ആളുണ്ടെന്നൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞു? കൺട്രോൾ റൂമിൽ ഇന്ന് രാവിലെയാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു വീട്ടിൽ 4 പേര് ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടേക്ക് എത്തി. അവര് അവിടെ സേഫ് ആയിരുന്നു. കാരണം ഇത് ഉരുൾപൊട്ടൽ ആ വീടിനെ ബാധിച്ചില്ലെങ്കിൽ പോലും ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തിന്റെ ഏകദേശം അടുത്താണ് ഈ വീടുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറയാമോ ശ്രീജേഷ്? ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ മുണ്ടക്കൈ ഭാഗത്തിനടുത്താണോ അതോ ചൂരൽമലയുടെ അടുത്താണോ? എവിടെയായിട്ട് വരും? ചൂരൽമലയിൽ നിന്നും പുഴയുടെ വലത് ഭാഗത്തൂടെ ഉള്ള റോഡാണ് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത്. ശരി. അപ്പോൾ ആ കോള് വന്നപ്പോൾ നിങ്ങൾ അവിടേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റിയോ? അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നോ? പോകാൻ ഞങ്ങൾ നടന്നെത്തുകയായിരുന്നു. അവിടത്തേക്ക് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, റോഡൊക്കെ താറുമാറായി കിടക്കുകയാണ്. അവിടെ എത്തിയപ്പോ അവര് 4 പേരും സുരക്ഷിതമായിരുന്നു. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇനിയൊരു അപകടം ഉണ്ടായാൽ അവരെ പെട്ടെന്ന് അവർക്ക് സഹായം എത്തിക്കുക എന്ന് പ്രയാസമായതിനാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരെ അവിടെ നിന്നും മാറ്റി നമ്മൾ താമസിപ്പിച്ചിരിക്കുന്നത്. ഷജീഷ്, അപ്പോൾ അവിടെ ആകെ ആ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ? നിരവധി വീടുകൾ ഇപ്പോഴും സേഫ് ആയിട്ടുണ്ട്. പക്ഷെ ആ മറ്റു വീട്ടുകാരൊക്കെ അവിടെ നിന്ന് നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ അപ്പൊ തന്നെ മാറി താമസിച്ചിരുന്നു. ഇവർ മാത്രം അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. അവർ അവിടെ സേഫ് ആണെന്ന് കരുതി അവിടെ തന്നെ തുടരുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്ന പശ്ചാത്തലത്തിലായിരിക്കാം മാറാൻ ആലോചിച്ചത് അല്ലേ? അവർക്ക് പരിക്കുണ്ടോ? ചിലർക്കെങ്കിലും പരിക്കുണ്ടെന്ന് കേൾക്കുന്നു. നിലവില് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിക്കുകളോ മറ്റു അപകടങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവര് സേഫ് ആണ്. നിങ്ങൾ ഒന്നുകൂടെ പറയാമോ? ആരൊക്കെയാണ് ആ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന 4 പേരുടെ പേരൊന്ന് പറയാമോ? ജോൺ, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി. ജോൺ, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കൾ. ഇങ്ങനെ 4 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മക്കളൊക്കെ ഏത് പ്രായം വരുന്നതാണ്? ഒരാള് കുട്ടി പഠിക്കാണ്, മോള് പ്രായപൂർത്തിയ ആളാണ്. അപ്പൊ ഇവര് എവിടേക്കാണ് മാറ്റിയത്? എല്ലവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആണ് അവര് മാറിയിട്ടുള്ളത്. പുത്തുമല വഴി അവരെ ക്യാമ്പല്ല, അവരുടെ ബന്ധു വീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ പുത്തുമല വഴി അവരുടെ വീട്ടിലേക്ക് ഈ സ്ഥലത്തേക്ക് വാഹന സൗകര്യം ഉണ്ട്. അവിടത്തേക്ക് ഒരു ജീപ്പ് വരികയും അതിലാണ് അവര് ബന്ധു വീട്ടിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ ഒരു ബന്ധു വീട്ടിൽ എത്തിക്കഴിഞ്ഞോ? നിങ്ങളാണോ എത്തിച്ചത്? എത്തി. അവരുടെ തന്നെ വണ്ടിയിലാണ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞത്. അവര് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഫയർഫോഴ്സിന് ഈ തരത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ കോൾസ് വരുന്നുണ്ടോ കൂടുതലായി? ഇനി ആരും ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചൊരു നിർദ്ദേശത്തിന്റെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടേക്ക് എത്തപ്പെട്ടത്. ഏതായാലും നല്ല കാര്യം. ആ ഭാഗത്ത് ഇനി ഒരുപാട് വീടുകളുണ്ടെങ്കിലും അവിടെയൊന്നും വീടുകൾക്കൊന്നും കേടുപാടുകളില്ല അല്ലേ? കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകൾ ഒരുപാടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ ഇനിയൊരു അപകടമോ അല്ലെ മറ്റു എന്തെങ്കിലും ആവശ്യം വന്നാലോ നമുക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു പ്രയാസം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരൊക്കെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെ, വളരെ നന്ദി ഷൈജേഷ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് പ്രതികരിച്ചത്. ഫയർഫോഴ്സ് വളരെ സജീവമായി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അവർക്ക് കൺട്രോൾ റൂമിലേക്ക് വന്ന കോളാണ് ഇത്. ദുരന്തമുണ്ടായ മേഖലയല്ല, പ്രേക്ഷകരുടെ അറിവിലേക്കാണ്. ദുരന്തമുണ്ടായ മേഖലയല്ല, ദുരന്തം ഉണ്ടായ മേഖലയ്ക്ക് സമീപത്തെ പ്രദേശമാണ് പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അവിടെ വീട്ടിലുള്ളവർക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെയാണ് അവർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത്. ഒരു കുടുംബമാണ്, കുടുംബത്തിലെ 4 പേർ, അമ്മയും അച്ഛനും 2 മക്കളും അടങ്ങുന്ന കുടുംബം. അവരിപ്പോൾ ബന്ധു വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ 4ാം നാൾ അതിജീവനം എന്ന മട്ടിൽ ഈ വിഷയത്തെ കാണുന്നതില്ല. 4ാം നാൾ മാറി നിന്നിരുന്ന ഒറ്റപ്പെട്ടു പോയ ഒരു കുടുംബത്തെ സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ വിവരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിയിരിക്കുകയാണ്. ഏതായാലും നല്ല വാർത്തയാണ് ഈ ദിവസം. തിരച്ചിലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു, എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾക്കിടയിലാണ് അപകടമൊന്നും സംഭവിക്കാതെ ഒരു കുടുംബത്തെ മറ്റൊരു മേഖലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള ശുഭവാർത്ത വരുന്നത്.